ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ ونعم المولى ونعم النصير غفرانك ربنا وإليك المصير دعواهم فيها سبحانك اللهم تحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുകയും ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ CV മസ്ജിദിൽ നിന്ന് എത്തിപ്പെട്ടത്, അള്ളാഹു ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. സാജിദ ഷാജഹാൻ പരുത്തിപ്പാറ, ഭർത്താവ് ഷാജഹാൻ മരണപ്പെട്ടിട്ട് 1 വർഷം തികയുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഇരുളറ പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഏകാന്തവാസം അള്ളാഹു സ്വർഗീയ സുഖങ്ങളെ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. എത്രത്തോളം വിശാലതമാണോ അള്ളാഹു അത്രത്തോളം മശ്രിഖ് മഗ്രിബിൻ്റെ ഇടയിലുള്ള വിശാലതയേക്കാൾ വിശാലത നൽകുമാറാകട്ടെ. അള്ളാഹു ആ സഹോദരനെയും ഞങ്ങളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കുടുംബത്തിൻ്റെ ഹലാലായ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമാറാകട്ടെ. അബ്ദുൽ ജബ്ബാർ എന്ന സഹോദരൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. ഷാജില എന്ന സഹോദരി എന്തുദ്ദേശത്തോടെയാണ് ദുആ വസിയത്ത് ചെയ്തത്, അള്ളാഹു ആ ഉദ്ദേശത്തെ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഷഫീഖ് തൊളിക്കോട് കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി ഐശ്വര്യവും ആനന്ദവും അള്ളാഹു നിറയ്ക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും ഞങ്ങളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അലിഫ് എന്ന സ്കൂള് ബർക്കത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് അള്ളാഹു ഉയർത്തുമാറാകട്ടെ. എല്ലാവിധ നിഅമത്തും അള്ളാഹു നിറയ്ക്കുമാറാകട്ടെ. അവിടെ പഠിക്കുന്ന മക്കൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൻ ദുആ ചെയ്യണം, അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുമാറാകട്ടെ. സയ്യിദ് മിഗ്ദാദ് തങ്ങൾ അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. ഷമീർ വെഞ്ഞാറമോട് വാപ്പ മരണപ്പെട്ടിട്ട് ആണ്ടാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അവരെ കാണുന്നില്ലെങ്കിലും അവർ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയും റഹ്മാനെ. ആ ഖബറായ വീട് നിന്റെ നോട്ടമല്ലാതെ മറ്റാരുടെയും നോട്ടം എത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം റഹ്മാനെ. അള്ളാഹുവേ, ആ മരണപ്പെട്ടു പോയ സഹോദരൻ്റെ ഖബറിടം നീ സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, പ്രവാചകന്റെ ഹുജ്റാ ശരീഫിൽ നിന്ന് ഒരു വാതില് ആ ഖബറിടത്തിലേക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. നാഥനായ റബ്ബേ, നിന്റെ റഹ്മത്തിൻ്റെ നിന്റെ മഗ്ഫിറത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നോട്ടം ആ ഖബറിലേക്ക് നീ നോക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദുൽ കൗനൈൻ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس. ജലാലുദ്ദീൻ എന്ന സഹോദരൻ ആലങ്കോട് നിന്ന് ശരീരസുഖവും കുടുംബൈശ്വര്യത്തിനും മരണപ്പെട്ടു പോയവർക്കും വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ. ആ സഹോദരന്റെ ശരീരത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിക്കണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർ ആരെല്ലാം ഉണ്ടോ ആ കുടുംബത്തിൽ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ ചെയ്ത സദഖയുടെ പരിണാമ ഫലമായി അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി മഗ്ഫിറത്ത് കൊടുത്തു സ്വർഗീയ ആരാമമാക്കി മാറ്റണേ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അവരവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ മനസ്സിൽ കരുതുക. അള്ളാഹു ഖൈറിലാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا لئن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أنت السلام ومنك السلام إليك يرجع السلام. حينا ربنا دار السلام. تباركت ربنا وتعاليت وتعلمت يا ذا الجلال والإكرام. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. അർഹമർ റഹീമീനായ അല്ലാഹുവേ, കരുണയുള്ള രക്ഷിതാവേ, കൃപയുള്ള റഹ്മാനേ, അല്ലാഹുവേ, നിന്റെ ദർബാറിലേക്ക്, നിന്റെ അർശിലേക്ക്, നിന്റെ കുർസിയിലേക്ക്, നിന്റെ ലൗഹിലേക്ക്, നിന്റെ ആകാശ സീമയിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്, ഈ പവിത്രമായ ദുൽഖഅദ് മാസത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അല്ലാഹുവേ, ഇന്നേ ദിവസത്തില് ഈ CV മസ്ജിദിൽ ഈ വെള്ളിയാഴ്ച രാവിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ സാധുക്കളായ മക്കളോടൊപ്പം ഇരുന്നുകൊണ്ട് അല്ലാഹുവേ, നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ കൈയുയർത്തിക്കൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയല്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്തതുണ്ട് റബ്ബേ, കൂട്ടുകാരുടെ പ്രേരണയാൽ ചെയ്തതുണ്ട് റഹ്മാനെ, ഇരുളിന്റെ മറവിൽ ചെയ്തതുണ്ടല്ലാ, ആരോരും അറിയില്ല എന്ന ഭാവനയോടെ ചെയ്തതുണ്ടല്ലാ. അല്ലാഹുവേ, എല്ലാം നീ അറിയുമല്ലോ അല്ലാ, അറിയുന്നവനായ നാഥ, നീ ഗഫൂറാണല്ലോ അല്ലാ, നീ വദൂദാണല്ലോ അല്ലാ, നീ ഫത്താഹാണല്ലോ അല്ലാ. നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്ക് മറ്റാരോടാണ് ചോദിക്കാനുള്ളത് റബ്ബേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ച തമ്പുരാനെ, നിന്നിലേക്ക് മാത്രം ഞങ്ങൾ ഉയർത്തുന്നു അല്ലാ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു റഹ്മാനെ, കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ.
ഞങ്ങളുടെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങള്, ഞങ്ങളുടെ മാതാപിതാക്കള്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഞങ്ങളുടെ ഗുരുവര്യന്മാര്, ഞങ്ങളോട് കടപ്പെട്ടവര്, ഇന്നിന്റെ സായാഹ്നത്തില് ഈ CV മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങള്, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദുആ വസിയത്ത് ചെയ്തവര്, അങ്ങകലെ നിന്നുകൊണ്ട് ഗൾഫിന്റെ ഓരങ്ങളിൽ നിന്നുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവര്, അവരുടെ ബന്ധുക്കള്, അവരുടെ ഭാര്യാ സന്താനങ്ങള്, ദുആ കൊണ്ട് കടപ്പാടുള്ളവര്, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവര്, ഇന്നിന്റെ സായാഹ്നത്തിൽ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവര്, അല്ലാഹുവേ ആരെല്ലാം ഉണ്ടോ നിനക്കറിയുമല്ലോ നാഥ. അറിയുന്നവൻ നീയാണല്ലോ റബ്ബേ. നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്ക് മറ്റാരോടും ചോദിക്കാനില്ലല്ലോ അല്ലാ. നീ പൊറുക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ. പാപം പൊറുക്കാത്തവരായ നിലയിലോ, കലിമ ചൊല്ലാത്തവരായ നിലയിലോ, ഹക്കടമാടുകൾ വിടാത്തവരായ നിലയിലോ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. നീ മടക്കല്ല റബ്ബേ, നീ മടക്കല്ലേ അല്ലാ. ഒരു ചില്ലിക്കാശ് പോലും ബാധ്യതയിട്ടേച്ച് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. ബാധ്യത വിടാത്തവന്റെ മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മാറി നിന്നിട്ടുണ്ടെങ്കിൽ നാഥാ, ആരോടെങ്കിലും ഒരു ബാധ്യത ഉണ്ടെങ്കിൽ റബ്ബേ അത് വിടാത്ത നിലയിൽ ഞങ്ങളെ മടക്കല്ലേ അല്ലാ. അല്ലാഹുവേ, രോഗം കൊണ്ട് വലയുന്നവര്, ഒരുപാട് മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, വ്യസനം അനുഭവിക്കുന്നവര്, പ്രയാസം അനുഭവിക്കുന്നവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, വേദന അനുഭവിക്കുന്നവര്, അല്ലാഹുവേ രോഗം വെക്കുന്നവൻ നീയാണല്ലോ അല്ലാ. നീ ശിഫാ നിന്നിലാണല്ലോ തമ്പുരാനെ. നീ ഷാഫിയാണല്ലോ അല്ലാ, നീ കാഫിയാണല്ലോ അല്ലാ. ശിഫാ നിന്റെ ഔദാര്യമാണല്ലോ അല്ലാ. യാ ഷാഫി, യാ ഷാഫി, അല്ലാഹുവേ നിന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്തിട്ട്, നിന്നോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട്, നിന്റെ തൗഹീദിന്റെ സ്വരങ്ങൾ ഞങ്ങൾ ഉച്ചരിച്ചിട്ട്, നിന്റെ ഖുർആനിന്റെ വചനങ്ങൾ അണമറിയാതെ ഞങ്ങൾ പാരായണം ചെയ്തിട്ട് അതിന് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ, എത്ര മാരകമായ രോഗമാണെങ്കിലും നീ വിചാരിച്ചാൽ ശിഫയാണല്ലോ അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ. ക്യാൻസർ എന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, അൾസർ എന്ന രോഗം കൊണ്ട് വേദന അനുഭവിക്കുന്നവര്, ഷുഗർ എന്ന രോഗം കൊണ്ട് അല്ലാഹുവേ വേദനിക്കുന്നവരുണ്ട് റഹ്മാനെ. കൈകാലുകൾ വേദനിക്കുന്നവരുണ്ടല്ലാ, ഷുഗർ പിടിച്ചവരുണ്ടല്ലാ, കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് തമ്പുരാനെ, പ്രമേഹ രോഗികളുണ്ട് റഹ്മാനെ. അങ്ങനെ എണ്ണമറ്റ പുറത്തു പറയാൻ പറ്റാത്ത രോഗങ്ങൾ കൊണ്ട് വലയുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. മാനസികമായി സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ, വ്യഥകൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, എല്ലാം നിനക്കറിയുമല്ലോ അല്ലാ. നീ പൊറുക്കണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളിലോ, ഞങ്ങളുടെ കുടുംബാദികളിലോ, ഞങ്ങളുടെ മക്കളിലോ, ഞങ്ങളുടെ ഭാര്യമാരിലോ, ഞങ്ങളുടെ മാതാപിതാക്കളിലോ, ഞങ്ങളുടെ ബന്ധുക്കളിലോ, ഞങ്ങളുടെ സഹോദരങ്ങളിലോ, ഞങ്ങളുടെ കൊച്ചുപ്പയിലോ, മൂത്തുപ്പയിലോ, കൊച്ചുമ്മമാരിലോ, വേണ്ടപ്പെട്ടവരിലോ, ഇന്നിന്റെ സായാഹ്നത്തില് ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയവരിലോ, അവരുടെ ബന്ധുക്കളിലോ, അവരുടെ മക്കളിലോ അല്ലാഹുവേ ക്യാൻസർ എന്ന രോഗം വെക്കല്ലേ അല്ലാ. തിരുവനന്തപുരം RCC സെന്ററിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ കൈകാലുകൾ മുറിക്കപ്പെട്ടവര്, അവയവങ്ങൾ ഛേദിച്ചു മാറ്റപ്പെട്ടവര്, അല്ലാഹുവേ അണ്ണാക്കിലൂടെ ഓസിട്ടിട്ട് ഓപ്പറേഷനുകളുടെ എണ്ണമറ്റ ഓപ്പറേഷനുകൾ കൊണ്ടിട്ട് അല്ലാഹുവേ വീർപ്പുമുട്ടുന്നവര്, ഓരോ ആന്തരിക അവയവങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടവര് നാഥാ, മരണത്തോട് മല്ലടിക്കുന്നവരുണ്ട് റബ്ബേ. ഇതുപോലത്തെ രോഗങ്ങള് ഞങ്ങളിൽ തന്ന് പരീക്ഷിക്കല്ല നാഥ. ഒരു കാരണവശാലും സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി തകർത്തെറിയുന്ന ഈ രോഗം തന്ന് നീ പരീക്ഷിക്കല്ല അല്ലാ. അങ്ങനെ രോഗം വെച്ചാൽ മറ്റുള്ളവർക്കൊരു പരീക്ഷണ വസ്തുവായി ഞങ്ങൾ അവശേഷിപ്പിക്കല്ലേ അല്ലാ. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിനായി ദുആ വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ.
6 അടി മണ്ണിന്റെ ഉള്ളാകുന്ന ഉള്ളറയില് വ്യത്യസ്തങ്ങളായ മസ്ജിദുകളുടെ ഖബർസ്ഥാനുകളിൽ അന്തിയുറങ്ങുന്ന മാതാക്കളുണ്ട് റബ്ബേ, പിതാക്കന്മാരുണ്ടല്ല, സഹോദരങ്ങളുണ്ടല്ല, മക്കളുണ്ടല്ല, വേണ്ടപ്പെട്ടവരുണ്ടല്ല, കൂട്ടുകുടുംബാദികളുണ്ട് റഹ്മാനെ, എണ്ണമറ്റ സഹോദരങ്ങൾ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞവരുണ്ട് റഹ്മാനെ. അവരുടെ മണ്ണറകൾ നീ മണിയറയാക്കണേ അല്ലാ, ഇരുളറ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ, നോക്കത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ ഖബറായ വീട്ടിലേക്ക് വെക്കപ്പെട്ട ജനാസകൾക്ക് നിന്റെ കാവലല്ലാതെ മറ്റാരുടെ കാവലുമില്ല നാഥ, നിന്റെ നോട്ടമല്ലാതെ മറ്റാരുടെ നോട്ടവുമില്ല തമ്പുരാനെ. നിന്റെ റഹ്മത്തല്ലാതെ, നിന്റെ മഗ്ഫിറത്തല്ലാതെ, നിന്റെ ഔദാര്യമല്ലാതെ, നിന്റെ കാരുണ്യമല്ലാതെ, നിന്റെ കരുണയല്ലാതെ, നിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഇരുളുകൊണ്ട് പെയിന്റടിക്കപ്പെട്ട ഖബറാകുന്ന ഉള്ളില് അല്ലാഹുവേ, 1.25 മുഴം വീതിയുള്ള വീട്ടില് ഒന്ന് നിവരാൻ പറ്റാത്ത, ഒന്ന് ചലിക്കാൻ പറ്റാത്ത, ഒന്ന് ചരിയാൻ പറ്റാത്ത, ഒന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത, വെട്ടമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, പാന്യമില്ലാത്ത, ബന്ധുക്കളില്ലാത്ത, മക്കളില്ലാത്ത, ഭാര്യാഭർത്തൃ ബന്ധമില്ലാത്ത, ആരോരുമില്ലാത്ത, അയൽക്കാരില്ലാത്ത, അല്ലാഹുവേ, കടപ്പെട്ടവരും കടപ്പാടുള്ളവരും ഇല്ലാത്ത ഏകാന്തമായ ഭവനത്തിന്റെ അന്തരാളത്തിൽ കഴിയുന്ന ആ ഖബറാളികൾക്ക് നിന്റെ സഹായം എത്തിക്കണേ അല്ലാ, നിന്റെ നോട്ടം എത്തിക്കണേ റബ്ബേ. ഈ വിനീതന്റെ പിതാവടക്കം ഇവിടെ ഇരിക്കുന്ന പലരുടെയും മാതാക്കള്, പിതാക്കന്മാര്, വേണ്ടപ്പെട്ടവര് മൺമറഞ്ഞിട്ട് ഖബറിന്റെ ഉള്ളില് ഏകാന്തവാസത്തിലാണല്ലാ. ആ ഇരുളറ നീ പ്രകാശപൂരിതമാക്കണേ അല്ലോ. ആ ഖബറിന്റെ 2 കവാടങ്ങളും തമ്മിലടുക്കുമ്പോ നാഥാ, ആ ശരീരങ്ങളെ പഞ്ഞിയേക്കാൾ മൃദുലമാക്കണേ അല്ലാ, ഇരുമ്പിനേക്കാൾ അയിരിനേക്കാൾ ശക്തിമത്തതാക്കല്ല റഹ്മാനെ, ശക്തിമത്തതാക്കല്ലേ അല്ലാ. ഈ സാധുക്കളായ ഞങ്ങള് നാളെ മരിച്ച് ഖബറിലേക്ക് വെക്കപ്പെടുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ ജനാസയും ഞങ്ങളുടെ ശരീരവും തമ്പുരാനെ പഞ്ഞിയേക്കാൾ മൃദുലമാക്കണേ അല്ലാ. ഒരു കൊച്ചു കുഞ്ഞിനെ വാരിയെടുക്കുന്നത് പോലെ ആ ഖബറിലാളിത്യത്തോടെ ഏറ്റുപിടിച്ചുകൊണ്ട് താരാട്ട് പാട്ട് പാടിയുറക്കുന്ന ഒരു അവസ്ഥ തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ഹാഫിളത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പെൺകൊടികള് ഒരുപാട് ഭീഷണികളിലാണ് തമ്പുരാനെ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലാണല്ലാ, വശീകരിച്ചുകൊണ്ട് ഒരുപാട് അല്ലാഹുവേ ദുർനടപ്പിലൂടെ കൊണ്ടുപോകുന്നു റഹ്മാനെ. ഈ കൺമുമ്പിലൂടെ കാണാൻ കഴിയുന്നു അല്ലാ, ഇന്നിന്റെ നിയമങ്ങൾ കാരണം ഒന്ന് പിടിക്കാനോ ഒന്ന് ചലിക്കാനോ അതിനെതിരെ ശബ്ദിക്കാനോ കഴിയുന്നില്ല നാഥ. ഞങ്ങളുടെ മക്കളെ, പെൺമക്കളെ നിന്റെ കാവലിലാക്കണേ അല്ലാ, നിന്റെ സംരക്ഷണയിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ നിന്റെ സംരക്ഷണയിലാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ഖൈറായ നിലയിൽ ജീവിച്ച് ഈ സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന നിലയിൽ അന്തസ്സോടെ ഞങ്ങൾക്ക് കണ്ടുമരിക്കാൻ നീ തൗഫീഖ് തായേ അല്ലാ. അങ്ങനെ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ ജനാസ കുളിപ്പിച്ച് ഞങ്ങളെ കഫൻ ചെയ്ത് റബ്ബേ പള്ളിയിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഞങ്ങളുടെ തലയ്ക്കൽ വന്നു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കൈകെട്ടുന്ന ഞങ്ങളെ മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, 3ാമത്തെ തക്ബീറിൽ കൈയഴിച്ച് കെട്ടുമ്പോ ആ കൈയഴിച്ച് കെട്ടുന്ന പ്രാർത്ഥനയില് അല്ലാഹുമ്മ ഗ്ഫിർലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് നിസ്കരിക്കുന്ന മക്കളെ തരണേ അല്ലാ. അല്ലാഹുവേ, അവിടെ നിന്ന് എടുത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് തലയിലെ കെട്ടഴിച്ചിട്ട് വലത്തെ ചെകിട്ടത്തേക്ക് ഒരു ഉരുള മണ്ണുരുട്ട് വെക്കുമ്പോ തമ്പുരാനെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉരുള മണ്ണുരുട്ടിയിട്ട് ആ തലയ്ക്കലേക്ക് മുഖത്തേക്ക് വെക്കുമ്പോ റഹ്മാനെ ആ പൊന്നോമനകളുടെ കണ്ണുനീരിൽ ചാലിച്ചു വെക്കാൻ നീ അവസ്ഥ തരണേ അല്ലാ.
പലക നിരത്തി മണ്ണും വലിച്ചിട്ട് കൂന കൂട്ടി ചെടിയും നട്ട് കല്ലും നാട്ടി എല്ലാവരും പിരിയുമ്പോ ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് തന്റെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് ഓർത്ത് ദുആ ചെയ്യുന്ന സന്താനങ്ങളെ തരണേ അല്ലാഹുവേ. ഏതൊരു ഉദ്ദേശത്തോടുകൂടി ഇവിടെ എത്തപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. സ്വദേശത്തും വിദേശത്തുമുള്ള ഞങ്ങളെ സഹായിക്കുന്നവര്, ഞങ്ങളോട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് സാമ്പത്തികമായി മാനസികമായി ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവര് എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. കുടുംബ ബന്ധങ്ങൾ ഭദ്രമാക്കണേ അല്ലാ. ഭിന്നതയിലാക്കല്ലേ അല്ലാ, ഛിദ്രതയിലാക്കല്ല റഹ്മാനെ, ഭിന്നിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടുകൂടി മൗത്താകാന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ വേദിയിലിരിക്കുന്ന നവാസ് ഉസ്താദ് അടക്കം റഹ്മാനെ ആരെല്ലാം ഉണ്ടോ അവരുടെ കുടുംബങ്ങളെല്ലാം നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ഉസ്താദിന്റെ ഇണയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, ദുഃഖങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ. ഏതൊരു ദുഃഖമാണോ പ്രയാസമാണോ രോഗമാണോ നിനക്കറിയുമല്ലോ അല്ലാ, നീ മാറ്റണേ അല്ലാ. ഈ വിനീതനടക്കം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് റഹ്മാനെ, എല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, കഷ്ടതകൾ മാറ്റണേ അല്ലാ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, വാഹനത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഭവനത്തിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങളും നിന്റെ ഉത്തരവാദിത്വത്തിലും നിന്റെ നോട്ടത്തിലുമാക്കണേ അല്ലാ. അല്ലാഹുവേ, എന്തെല്ലാം ചോദിച്ചാലും ഏതെല്ലാം ചോദിച്ചാലും അവസാനമായി നിന്നോട് ചോദിക്കാനുള്ളത് എപ്പോ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും അല്ലാഹുവേ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിച്ച് തണ്ടക്കുഴിയോടടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് നെറ്റിത്തിടം കുളുകുളാ വിയർത്ത് സന്തോഷത്തോടെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഇവിടെ നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തയേ اللهم احسن عاقبتنا في الامور كلها اللهم احسن عاقبتنا اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب القبر وعذاب الاخره اللهم توفنا مسلمين والحقنا من الصالحين اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين وبحق سيد الكونين والحمد لله رب العالمين وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.